അത് അമ്മ മഹാറാണി ചെയ്തത്. എല്ലാവർക്കും പാലസ് വിദ്വാൻ എന്നൊരു ടൈറ്റിൽ. ഈ ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ മൃദംഗത്തിൽ സൂര്യനും ചന്ദ്രനും മാതിരി എന്ന് പറയപ്പെടുന്ന പാലക്കാട് മണിയയ്യരും പഴനി സുബ്രഹ്മണ്യ പിള്ളയും എന്ന് പറഞ്ഞ രണ്ടുപേരെ. അപ്പോൾ പഴനി സുബ്രഹ്മണ്യ പിള്ള അയ്യരല്ല, പിള്ളയാണ്. അപ്പോഴേ ഒരു ലെവലിൽ താഴെയായി. പിന്നെ അദ്ദേഹം ഇടത് കൈയ്യനായിരുന്നു. അപ്പോൾ പലർക്കും മൃദംഗക്കാരൻ ഇടത് കൈയ്യനാണെങ്കിൽ അത് അശുഭകരമാണ് എന്ന് പറഞ്ഞ് കുറേ പേര് വിളിക്കൂലേ. അപ്പോൾ ചെമ്പൈ വൈദ്യനാഥ പകർമാർ കുറച്ച് ആൾക്കാർ വളരെ വളരെ പഴനി സുബ്രഹ്മണ്യ പിള്ളയെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് പഴനി സുബ്രഹ്മണ്യ പിള്ള എന്ന് പറയണ്ട, മണിയയ്യരും പഴനി പഴനി വെച്ചാൽ പഴനി സുബ്രഹ്മണ്യ പിള്ളയാണ്. അത്രയും മൃദംഗം എത്രയോ 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 ആൾക്കാർ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ മൃദംഗം എന്നുള്ള ആർട്ട് ഓഫ് മൃദംഗത്തിലെ നമ്പർ 1 and 2 അല്ലെങ്കിൽ നമ്പർ 1 and 1 എന്ന് പറയുന്ന പാലക്കാട് മണിയരും പഴനി സുബ്രഹ്മണ്യ പിള്ളയിൽ പഴനി സുബ്രഹ്മണ്യ പിള്ളയ്ക്ക് ലൈഫിൽ ഒറ്റ അവാർഡേ ആകെ കിട്ടിയിട്ടുള്ളൂ. അത് അമ്മ മഹാറാണിയുടെ ട്രാവൻകൂർ പാലസ് വിദ്വാൻ അവാർഡാണ്. എന്ന് പറയുമ്പോൾ ഇന്ന് ആൾക്കാർ പഴനി പഴനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അമ്മ മഹാറാണി അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ അവാർഡ് കൊടുത്തു. മദ്രാസിലൊന്നും ഒന്നും ഒരു ചുക്കും കിട്ടിയില്ല. അപ്പം എന്നെ എൻകറേജ് ചെയ്തു എന്നുള്ളത് ഉണ്ട്. പക്ഷെ അത് ഞാൻ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആയിട്ട് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ ഒരു സാറിനെ എൻകറേജ് ചെയ്ത പോലെ തന്നെ പഴനി സുബ്രഹ്മണ്യം എൻകറേജ് ചെയ്ത പോലെ തന്നെ എന്നെ എൻകറേജ്, അങ്ങനെ ഒരുപാട് പേര് എൻകറേജ് ചെയ്തു. പിന്നെ അമ്മ മഹാറാണിക്കും എല്ലാവർക്കും ഉള്ള പോലെ വീക്ക്നെസ്സസും ഉണ്ടായിരുന്നു. അപ്പം ചില ആൾക്കാർ പറഞ്ഞാൽ അങ്ങ് വെള്ള പേപ്പർ ഒപ്പിട്ട് കൊടുക്കും. ഒന്നും അയാൾ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിശ്വസിക്കുന്നുള്ള, അങ്ങനെ പലർക്കും ഒരു നോർമലിനധികം സ്വാധീനം ഉണ്ടായിരുന്നു. അതൊരുപാട് പവർഫുൾ ആൾക്കാർ ഇപ്പോൾ നമ്മുടെയൊക്കെ മുമ്പിൽ ഇപ്പോൾ മോഹൻലാൽ ഇരിക്കുന്നു, ആന്റണി പെരുമ്പാവൂർ പറഞ്ഞാലേ അദ്ദേഹം ഒരു സിനിമയിൽ സൈൻ ചെയ്തത്. അപ്പോൾ എനിക്ക് മോഹൻലാലിനെ അറിയില്ല, ആന്റണി പെരുമ്പാവൂർ, പക്ഷേ എല്ലാ ഇന്റർവ്യൂവിലും കാര്യങ്ങളിലും ഒന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് കാത്തുകൊണ്ട് വേറെ ആൾക്കാർ അവരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചൂഷണം ചെയ്യാതെയോ അവരെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറയും, മിക്കവർക്കും അവർ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ആരെങ്കിലും കാണും. അത് എത്രയും പവർഫുൾ ആവുന്നതോറും അത്രയും ബ്ലൈൻഡായിട്ട് അവരങ്ങ് വിശ്വസിക്കുക. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരെയും ഭരിച്ചിരിക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരാളുടെ മുമ്പിൽ അങ്ങ് എല്ലാം അങ്ങ് വിട്ടങ്ങ് സറണ്ടർ ചെയ്യുന്ന അവർക്കൊരു ലക്ഷറി ആയിരിക്കും തോന്നുന്നത്. ചിലർ പിന്നെ ചില സ്വാമിജിമാരുടെ അടുത്താണ് പോകുന്നത്. ഞാൻ ഈ അടുത്ത് പോകാറായില്ല. ഇത് ഒരു വർഗം ഹിന്ദു എന്നല്ല, ജനറലി ആ പ്രവാചക ടൈപ്പ് അവരുടെ ഞാൻ പോകാറില്ല. സാറ് വീണയിലേക്ക് വരുന്നത് അമ്മ മഹാറാണിയുടെ ഇൻസ്പിറേഷൻ കൊണ്ട്? 100% ഇൻസ്പിറേഷൻ അല്ല, നിർദ്ദേശം കൊണ്ടാണ്. അമ്മ മഹാറാണി, ഞാൻ വെച്ചൊരു സ്ഥലത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 12 വയസ്സുണ്ടായിരുന്നു. അതിനും ഒരു വർഷത്തിനുള്ളിൽ അമ്മ മഹാറാണി മരിച്ചു. അപ്പോൾ അമ്മ മഹാറാണിയുടെ മകൾ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി, കാർത്തിക തിരുനാൾ നമ്പരാട്ടിന്ന് എൻ്റെ അമ്മൂമ്മ, അതിൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയെ പൂവൻ തിരുനാൾ ഗൗരി പാർവതി, ഇവരുടെ അടുത്ത് രണ്ടുപേർക്കും പറഞ്ഞു ഈ പയ്യന് 16 വയസ്സാകുമ്പോഴത്തേക്ക് എൻ്റെ വീണ കൊടുക്കണം ആൻഡ് വീണ ക്ലാസ് തുടങ്ങണം. പക്ഷെ അമ്മ മഹാറാണിക്ക് ഒരു പാട്ടുകാരൻ വീണ അറിയുന്നതിൻ്റെ വാല്യൂ 100% അറിയാവുന്ന ഒരാളായിരുന്നു അമ്മ മഹാറാണി. നമുക്കൊരു ഇൻസ്ട്രുമെന്റ്, വീണയോ വയലിനോ, ഇൻസ്ട്രുമെന്റ് അറിഞ്ഞ ഒരാൾ പാടുന്നതും ഇൻസ്ട്രുമെന്റ് അറിഞ്ഞുകൂടാതെ പാടുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ഒരു ചെറിയ വ്യത്യാസമല്ല, കേട്ടാൽ വലിയ വ്യത്യാസം സാധാരണ ഒരാൾക്ക് തോന്നൂലായിരിക്കാം, പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വ്യത്യാസമുണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് അറിഞ്ഞാൽ. അപ്പോൾ ഞാൻ വീണ വെളിയിൽ വായിച്ചാലും ഇല്ലെങ്കിലും ഒരു പാട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിലെങ്കിലും വീണ പഠിക്കണം എന്നല്ല. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് പാട്ടിലങ്ങ് അഡിക്ഷൻ വന്നു കഴിഞ്ഞു. ഒരു 13 വയസ്സായപ്പോഴത്തേക്ക് ഈ വെച്ചൂർ സാറ് ഓണക്കോടി വാങ്ങിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ വീണ പഠിക്കാൻ വെയിറ്റ് ചെയ്ത് 16 വയസ്സായപ്പോഴത്തേക്ക് ബർത്ത്ഡേ ആയി. സാധാരണ ബർത്ത്ഡേക്ക് കേക്ക് പായസം എന്നുള്ളതിനെക്കാട്ടിലും ഇനിയിപ്പോൾ വീണ ക്ലാസ് തുടങ്ങാമല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനെ പഠിപ്പിക്കാൻ വളരെ പ്രഗത്ഭനായ ട്രിവാൻഡ്രം ആർ വെങ്കട്ടരാമൻ എന്ന് പറഞ്ഞ് വീണ സാർ ഇവിടെ വരുന്നുണ്ട്. ഞാനും സാറും ഫ്രണ്ട്സാണ്. ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്, ഓരോ സംശയങ്ങളൊക്കെ സാർ എടുത്ത് ചോദിക്കും, ഞങ്ങൾ വാച പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റൂമിലാണ് വീണ ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീണ പഠിക്കുന്നത്, ഞങ്ങൾക്ക് പാടാൻ പോലും അറിയില്ല, പിന്നെയാണ് വീണ പഠിക്കുന്നത്. കറക്റ്റ്. അപ്പോൾ സംഭവം ഈ അമ്മ മഹാറാണി എന്തെല്ലാം ആയിരുന്നു, എന്തെല്ലാം ചെയ്തു, അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു അമ്മ മഹാറാണിയുടെ മകള് കാർത്തിക തിരുനാൾ. അപ്പോൾ കാർത്തിക തിരുനാൾ അത് എനിക്കത് ഭയങ്കര കൈപ്പേറിയ അനുഭവമായിരുന്നു ആ സമയത്ത്. പക്ഷെ പിന്നെ ഇപ്പോൾ എനിക്ക് അത് ഡിസ്റ്റൻസ് വന്നു. ഈ സംഭവങ്ങളൊക്കെ 1980s 90s കഴിഞ്ഞ് ഇപ്പോൾ 2025 ആയി. അപ്പോൾ ഇപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ കാർത്തിക തിരുനാളെ എനിക്ക് ഒരു പരിധി മനസ്സിലാക്കാൻ പറ്റിച്ച അമ്മ മഹാറാണിയുടെ ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോമിനേറ്റിംഗ് ക്യാരക്ടറിന്റെ കുട്ടിയായിട്ട് നമ്മൾ ജീവിച്ചാൽ അവരെ എന്തൊക്കെ ചെയ്താലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ മഹാറാണിക്ക് ഏറ്റവും
പാഷൻ മ്യൂസിക്കിനായിരുന്നു. അപ്പോൾ കാർത്തികനാൾക്ക് ഏറ്റവും അതിൻ്റെ ഓപ്പോസിറ്റും മ്യൂസിക്കിനോടായിരുന്നു. അപ്പോൾ അമ്മമാരെ വെച്ചിട്ട് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്തത് തുടങ്ങി ഞാൻ. അങ്ങനത്തെ ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ 16 വയസ്സിൽ വീണ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ സമ്മതിച്ചില്ല. 16, 17 ഞാൻ മിണ്ടാതിരുന്നത്. 18 വയസ്സ് അഡൾട്ട് ആയതിനു ശേഷം ഒറ്റയ്ക്ക് സീക്രട്ടായിട്ട്, സാധാരണ നമ്മൾ മദ്യപിക്കുകയോ ബ്ലൂ ഫിലിം കാണുമോ രീതിയാണ് ഒളിഞ്ഞ് തലയിൽ കൂടെ മുണ്ടിട്ടെന്ന് പറയും. ഇത് അങ്ങനെ സീക്രട്ടായിട്ട് ആരും അറിയാതെ ഇതേ വെങ്കട്ടരാമൻ സാറിൻ്റെ അടുത്ത് വേറെ ആരുത്തും പറയാതെ ഞാൻ വീണ ക്ലാസ് തുടങ്ങി. സാറിനും അറിയായിരുന്നു ഇത് വെളിയിൽ പറയുന്നത്. അങ്ങനെ സീക്രട്ടായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് വീണ ലാണി. പിന്നെ വായിച്ചു വന്നപ്പോഴത്തേക്ക് ഇതേ ഏറ്റവും ഇതിനെ എതിർത്തവർ എൻ്റെ വീണ വായനയെ കുറിച്ച് ആൾക്കാർ അഭിനന്ദിക്കുമ്പോൾ അത് പാട്ടിൻ്റെ കൂടെ വീണ വെച്ചാൽ നൈസ് തിങ്, അത് വളരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി വർത്താനം പറയും. അറിയാം. അപ്പോൾ ഒരു ഈശ്വരൻ എന്നുള്ളൊരു ശക്തി ഉണ്ട് എന്ന് ശരിക്കും വിശ്വസിച്ചാൽ നമ്മൾ വേറെ എത്ര പേരെ നമ്മൾ കബളിപ്പിച്ചാലും ഒരു എല്ലാം അറിയുന്ന ഒരു ശക്തി ഉണ്ട് എല്ലായിടത്തും. അങ്ങനെ വേണ്ട രീതിയിൽ അത് വേണ്ട കാര്യങ്ങൾ നടക്കും. അപ്പൊ സാറിനെ പാട്ടിനെ പ്രോത്സാഹിപ്പിച്ചത് കൊട്ടാരത്തിൽ അമ്മ മഹാറാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 100%. അതൊക്കെ കോളേജിലൊക്കെ ഈ അമ്മ മഹാറാണി എന്തുകൊണ്ടോ പ്രോത്സാഹിപ്പിച്ചു. സ്കൂളിൽ കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയെന്ന് അറിയുമ്പോഴാണ് അമ്മ മഹാറാണി വെച്ചൂർ സാറിനെ ഇന്റർവ്യൂ ചെയ്ത് 6 മാസം കൊണ്ട് സെലക്ട് ചെയ്ത് തരുന്നത്. ഇതേ ഞാൻ കോളേജിൽ കോമ്പറ്റീഷന് പോയി പ്രൈസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് പാട്ട് ടൈം യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം വിത്ത് മ്യൂസിക് എന്നുള്ളത്. അതായത് പഠിക്കണം, ജോലി എടുക്കണം, കല്യാണം കഴിക്കണം, 3 കാര്യമേ എന്നിൽ നിന്ന്. എന്നിട്ട് ക്യൂട്ട് കുട്ടികളെ കളിക്കാനുണ്ടായിപ്പോഴും. അതോടെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും കാര്യമില്ല. എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാൻഡ് ചിൽഡ്രനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓക്കെ നൗ യു ക്യാൻ ഗോ.